ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു മസാല കുക്കീസാണ് തയ്യാറാക്കുന്നത്. നല്ല ബേക്കറി പെർഫെക്ഷനിൽ മസാല കുക്കീസ് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മസാല കുക്കീസ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പഞ്ചസാര, പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് പൊടിച്ചെടുക്കണം. അടുത്തതായി മസാലയ്ക്ക് വേണ്ട കാര്യങ്ങൾ നോക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട്, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഒരു പാനിൽ വെച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ചതക്കുന്നതിനോടൊപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചതച്ചെടുക്കും. ഇങ്ങനെ ചതച്ചെടുത്ത കൂട്ടിലേക്ക് ഇനി ചോപ്പ് ചെയ്ത നട്ട്സ് ചേർക്കാം. ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ശേഷം ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ മാർജറിനോ ചേർക്കാവുന്നതാണ്. കൃത്യമായ അളവിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. മാർജറിനോടൊപ്പം പഞ്ചസാര പൊടിച്ചതും നെയ്യും ഉപ്പും വാനില പൗഡറും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഹാൻഡ് ബീറ്ററിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ടയുടെ പകുതി ചേർക്കാം. വലിയ മുട്ടയാണെങ്കിൽ 1/4 ഭാഗം ചേർത്താൽ മതി. മുട്ടയും ഇതിൽ നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഡെസിക്കേറ്റഡ് കോക്കനട്ട് മിക്സും കാഷ്നട്ടും ചേർത്ത് നന്നായി ഇളക്കി എടുക്കാം. ഇങ്ങനെ മിക്സാക്കി എടുത്തതിലേക്ക് ഇനി പാൽപ്പൊടി ചേർക്കാം. പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് നമ്മുടെ ബിസ്ക്കറ്റിന് ഉണ്ടാവും. ശേഷം ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് അരിച്ചു വെച്ച മൈദ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കും. പതുക്കെ സ്ലോലി വേണം ഇത് മിക്സാക്കി എടുക്കേണ്ടത്, എന്നാലേ ബിസ്ക്കറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. നന്നായി മിക്സ് ചെയ്ത് നല്ല ഒരു ഡോ ആക്കി മാറ്റി ഇതിൽ നിന്ന് ആവശ്യമുള്ള വലുപ്പത്തിൽ ഉരുളകളാക്കി ഈ ഒരു ഷേപ്പിൽ മസാല കുക്കീസ് തയ്യാറാക്കി എടുക്കാം. ഇവിടെ ഞാൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ 180 ഡിഗ്രിയിൽ തന്നെ 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ആവശ്യമുള്ള സൈസിൽ എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് എഗ് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അല്പം കറുത്ത എള്ള് ചേർക്കാം. അങ്ങനെ നമ്മുടെ മസാല കുക്കീസ് എല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഒരു മസാല കുക്കീസിൻ്റെ റെസിപ്പിയാണ്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒട്ടും ഫ്ലോപ്പ് ആവത്തില്ല, ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.